ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ VS കോഡ് തന്നെയാണ് എടുത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ VS കോഡ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് കോഡ് റൺ ചെയ്യിപ്പിച്ചു അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞ കമാൻഡ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണോ നിങ്ങൾ അതിൻ്റെ അകത്ത് എഴുതുന്നത് അതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് കമൻറ്റ് എങ്ങനെയാണ് ഓരോ ലൈനും കമൻറ്റ് ഇപ്പോൾ കുറേ കോഡുണ്ട്. ചില കോഡ് എനിക്ക് വേണ്ടത് കമൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ചില കോഡ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു കമൻ്റൊക്കെ വരും അല്ലേ? അപ്പോൾ അത് ചെയ്തിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സിമ്പിളാണ് ഹാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാഷ്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ദിസ് ഈസ് ഹലോ വേൾഡ്, ദിസ് പ്രിൻറ്റ്. ഓക്കെ, ഞാൻ എഴുതുകയാണ് ദിസ് പ്രിൻറ്റ് ഹലോ വേൾഡ് ആണ് പ്രിൻറ്റ് ചെയ്യുന്നതെന്നാണ് എഴുതാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഓക്കെ, കണ്ടോ ഈ ഒരു പച്ച കളർ കണ്ടോ, ഗ്രീൻ കളർ വരുന്നതാണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, അതൊരു കമൻറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പം ഞാനിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക? ഓക്കെ, ഔട്ട്പുട്ട് കിട്ടുന്നത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ ആ പ്രിൻറ്റിനകത്ത് ഡിസ്പ്ലേക്കകത്ത് കൊടുത്തിട്ടുള്ള സംഭവമാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് അല്ലേ? അപ്പം ഇനി ഞാനിപ്പോൾ ഈ കമൻറ്റ് ഇടാതെ തന്നെ എനിക്ക് ഈ ഹാഷ് എന്ന് പറഞ്ഞ സംഭവം അറിയത്തില്ല, പക്ഷെ എനിക്ക് കമൻറ്റ് കൊടുക്കുകയും ചെയ്യണം. ഞാനത് കൊടുക്കുകയാണ്, അതായത് ദിസ് പ്രിൻറ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞാണ് എന്നാണ് വിചാരിക്കുക. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇവിടെ തന്നെ ഓൾറെഡി ഒരു എറർ കാണിക്കുന്നുണ്ട്. ദിസ് എന്ന് പറഞ്ഞ വേർഡ് ഡിഫൈൻഡ് അല്ല. പിന്നെ അതുപോലെ പ്രിന്റിന് എറർ കാണിക്കുന്നുണ്ട്. ഹലോ എന്ന് പറഞ്ഞ സംഭവം ഡിഫൈൻഡ് അല്ല. വേൾഡ് എന്ന് പറഞ്ഞ അതായത് ഒരു വേരിയബിൾ ആയിട്ടാണ്. അത് കമന്റ് കൊടുത്തില്ലെങ്കിൽ അവർ കൺസിഡർ ചെയ്യുന്നത് അതൊരു വേരിയബിൾ ആയിട്ടും പ്രിന്റ് എന്ന് പറയുന്നത് ഒരു കീവേഡ്, അതിനകത്ത് ഓൾറെഡി പ്രിന്റ് എന്ന് പറയുന്നത് കീവേഡ് അല്ലേ, കീവേഡ് ആയിട്ടും അവർ എടുത്തേക്കുകയാണ്. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് റൂളും കാര്യങ്ങളും ഉണ്ട്. പ്രിന്റ് ചെയ്യുവാണെങ്കിൽ തന്നെ ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിലാണ് സ്ട്രിങ് കൊടുക്കേണ്ടത്, നമ്പേഴ്സ് ഡബിൾ കോട്ട്സിൽ കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത് നോക്കുന്നില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ എന്നാ കാണിക്കുന്നത്, ഇവിടെ എറർ വരുന്നുണ്ട്. അതായത് സിൻറ്റാക്സ് എറർ കാണിക്കുന്നുണ്ട്. അതായത് ഈ സിൻറ്റാക്സ് കറക്റ്റ് അല്ല, അതിനകത്തൊരു എറർ വരുന്നുണ്ട്. ഓക്കെ, അതായത് പ്രിന്റ് എന്ന് പറഞ്ഞ സംഭവം മിസ്സിംഗ് ആണ്. ഇപ്പം ഞാൻ ഈ പ്രിന്റ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പം എടുത്ത് കളയുക. അപ്പം അടുത്ത എറർ എന്തായിരിക്കും വരുന്നത് നോക്കാം. ഇൻവാലിഡ് സിൻറ്റാക്സ്, അതായത് മറ്റേതിൽ ഇപ്പോൾ പ്രിന്റ് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെയല്ല, പ്രോപ്പർ ആയിട്ടല്ല എന്നുള്ളത് ജസ്റ്റ് ഒരു വാണിംഗ് നൽകിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ എന്താ കാണിച്ചത്, സിൻറ്റാക്സ് എറർ ആണ് കാണിച്ചേക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് ഇനി കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ കമൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹാഷ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ റൺ ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിച്ചോളും, ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഓക്കെ, ഇനി എനിക്ക് മൾട്ടിപ്പിൾ ലൈൻസ് കമൻറ്റ് ചെയ്യണം. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ കോഡും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് കോഡ് വേണ്ട, ഈ കോഡല്ല ഞാൻ ഉദ്ദേശിച്ചത്. തൽക്കാലം കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ഫ്രണ്ടിൽ ഹാഷ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി എനിക്ക് മൾട്ടിപ്പിൾ ലൈൻസ് കൊടുക്കണം. അപ്പം ഞാൻ ഇത് കൊടുത്തു, ഈ ഹാഷ് കൊടുത്ത് നിങ്ങൾ വിചാരിക്കുന്ന അടുത്ത് ഞാൻ ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് കൊടുക്കുകയാണ്. അത് വരത്തില്ല. വരണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ സിംഗിൾ ലൈൻ കമൻറ്റിന് വേണ്ടിയിട്ടാണ് ഹാഷ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ലൈൻ കമൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് സിംഗിൾ കോഴ്സ്, അതൊരു 3 ടൈംസ് കൊടുക്കുക. ഓക്കെ, ദെൻ എവിടെയാണോ എൻഡ് ചെയ്യണത് ആ എൻഡ് പോട്ടെ. ഇപ്പം ഞാൻ ദിസ് പ്രിന്റ് ഹലോ വേൾഡ്, ഇനി അത് താഴെ ഹായ് എന്ന് പറഞ്ഞാണ് വരെ കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒരു 3 ടൈംസ് സിംഗിൾ കോഴ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താണ് ഒരു ഓറഞ്ച് കളർ കിടക്കുന്നുണ്ടോ, ഇത്രയും അത് എക്സിക്യൂട്ട് ആകത്തില്ല. അത് കമൻ്റ് ആകുന്ന നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാക്കിക്കോളൂ. അത് എക്സിക്യൂട്ട് ചെയ്യാതെ പ്രിന്റ് എന്നുള്ള അത് മാത്രം എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കോളൂ. അപ്പം ഇത്രേ ഉള്ളൂ. സിംഗിൾ ലൈൻ കമൻ്റ് ആണെങ്കിൽ ഹാഷ് സിമ്പിൾ കൊടുക്കുക. മൾട്ടിപ്പിൾ ലൈൻസ് ആണെങ്കിൽ എന്താണ് ട്രിപ്പിൾ കോട്ട്സ് കൊടുക്കുക. ഓക്കെ, അത് എൻഡ് ചെയ്യുക, സ്റ്റാർട്ടിങ്ങിലും എൻഡിലും എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ എന്ത് ചെയ്ത് കൊടുക്കുക, ഒന്ന് ട്രിപ്പിൾ കോട്ട്സ് വെച്ചിട്ട് എൻഡിങ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ കമൻ്റ് എന്ന് പറയുന്നത്.